Hey guys, വെൽക്കം ബാക്ക് ടു to Way Talkies. അങ്ങനെ നീണ്ട ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുപിടിക്കുകയാണ്. അത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് സംഭവം? അതെ, ഞങ്ങൾ വെക്കേഷനാണ്, ന്യൂ ഇയർ ആണ്. ക്രിസ്മസ് കഴിഞ്ഞ അന്ന് പോകാൻ പറ്റിയില്ല. അതെ അതുകൊണ്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതെ വലിയ എന്താ പറയാ ഇതായിട്ടൊന്നും അല്ല, എങ്കിൽ പോലും മിനിമലായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളൊരു ഫുൾ ഫാമിലി ജിങ്കലാലയായിട്ടാണ് പോകുന്നത് അല്ലേ? എല്ലാരും ഉണ്ട്, പുറകെ വരുന്നുണ്ട്, മുൻപിൽ പോകുന്നുണ്ട്. അതെ വഴിയെ ഞങ്ങളെല്ലാം കാണിച്ചത്. ഞങ്ങളുടെ രണ്ട് അവതാരങ്ങൾ അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, ബോബനും മോളനും എന്നാണ് ഞങ്ങൾ പേര്. ഞങ്ങളെ പോലെ തന്നെയാണ് അവരും. അതെ, ഇങ്ങനെ അവർക്ക് പറ്റിയ വൈബ്. അവൻ 22 വയസ്സും മറ്റേ ആൾക്ക് 6 വയസ്സ്. 22 വയസ്സുള്ളവൻ 6 വയസ്സുള്ളവന്റെ ഇതാ, പിന്നെ ബുദ്ധിയും സിമിലിയർ തന്നെയാ. അതെ, ഓക്കെ, സോ നമുക്കിനി കാണാമേ. കട്ട് മേക്കപ്പ് ഇല്ലാതെ ചേച്ചി ഇരിക്കത്തില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുക്കും ഗൈസ്. സോ നമ്മള് കൊട്ടാരക്കരയിലേക്ക് ബസ് കയറിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തിരുവനന്തപുരം ബസ് കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ തിരുവനന്തപുരത്താണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ആക്ച്വലി ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഇവര് വരാൻ ലേറ്റ് ആയിട്ട്, കലഞ്ഞൂരിന്ന് വരാൻ ലേറ്റ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് കൊട്ടാരക്കരയിലേക്കുള്ള ബസ് കയറി അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും അവിടെ ഇവിടേക്ക് ആയിട്ട് ഇരിപ്പുണ്ട്, ബാക്കിലെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ മാമൻ കയറി. ഇപ്പം വണ്ടി പത്തനാപുരം സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ പത്തനാപുരം എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ട് ഗൈസ്, നമ്മളങ്ങനെ വൈബ് വിളിച്ച്. അതെ പിന്നെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം ബസ് കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ വഴി ചടയമംഗലത്തൂടി പോയ ടൈമിൽ നമ്മൾ ജഡായിപ്പാറ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ വരെ പോകുന്നതിന് മുമ്പ് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചുമ്മാ ബസ്സിലിരിക്കുന്നതായിരുന്നു. പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ആ ഡ്രൈവറോട് ഇരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കൊട്ടാരക്കരയിൽ വന്ന് പെട്ടെന്ന് ബസ് കയറി. ട്രിവാൻഡ്രം ബസ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി പോയപ്പോൾ എടുത്തതാണ്. പക്ഷെ നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ജഡായിപ്പാറ അത്യാവശ്യം പകുതിയോളം പോർഷൻസ് നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ അതിനുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എനിവേസ്, പിന്നെ നമ്മൾ ബസ്സിലിരുന്ന് എല്ലാവരും പകുതിയോളം, ഞാനൊരു 1.5 മണിക്കൂറോളം ബസ്സിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒന്ന് എണ്ണീറ്റ് നോക്കിയപ്പം പാളയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ന്യൂ ഇയറോട് അടുപ്പിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളും, ക്രൗഡായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെയാണ് നമ്മൾ അതിനിടയിലൂടെയൊക്കെ പോയത്. നമ്മൾ വണ്ടി വിളിച്ചൊക്കെ ഇവിടുന്ന് പോകുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. എന്നിട്ടും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ എത്തി. പാളയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രം തമ്പാനൂരാണ് നമ്മൾ വന്ന് ബസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഫാമിലിക്കൊപ്പം ചില്ല് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. നമ്മളിത് നമ്മുടെ യൂണിവേഴ്സിറ്റി ആ ഒരു ജംഗ്ഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ബുക്ക് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെയൊന്ന് ക്യാപ്ചർ ചെയ്ത് എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഇപ്പോൾ PGക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൂടുതലും പോയി മേടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ആ ചേട്ടന്മാരുടെ എല്ലാം കടകളൊക്കെ ഞാനിങ്ങനെ കണ്ട്. പിന്നെ നമ്മൾ പോയി റൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈവനിങ് നമ്മൾ കനകക്കുന്ന് വന്നിട്ടുണ്ടായിരുന്നു. കനകക്കുന്ന് പാലസ് കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ലൈറ്റിനിങ്ങിൽ കനകക്കുന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒത്തിരി നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 6:30 അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഒരു 10:30, 11 എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു ടൈമായപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഒരുപാട് സെറ്റ് പോലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിമിങ്ങുകൾ, കുട്ടികൾക്കുള്ള കുറേ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഗോസ്റ്റ് ഹൗസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഫുള്ള് ലൈറ്റിനിങ് ആണ്. നമ്മൾ എവിടെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ട്രിവാൻഡ്രത്തുള്ളവരായിക്കോട്ടെ, നാട്ടിലുള്ള. ഇനിയിപ്പോൾ അത് എത്രാം തീയതി വരെ, 4-ാം തീയതി വരെ എന്തോ ആണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ഒത്തിരി എന്താ പറയുക, ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രോഗ്രാംസുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ ഉമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മ അങ്ങനെ പേഴ്സണലി ഇറങ്ങി നടക്കുന്ന ഒരാളല്ല നൈറ്റൊന്നും. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തു. ഫുള്ള് നടന്നു. നമ്മൾ പാലസിനകം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയോ 5000 സ്റ്റാർ എന്തോ തൂക്കിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. ആ ഒരു എന്തോ ആണ്, ഞാനത് പറഞ്ഞ് കേട്ടതാണ് അവിടെ.
5000 സ്റ്റാർ എന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ തലയിലൊക്കെ വെച്ച് ലൈറ്റ് കത്തുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ എന്താ പറയുക, അങ്ങനെ നമ്മൾ കുറേ ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് ലവലോലിക്ക, അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ലവലോലിക്ക, അതേപോലെ തന്നെ പൈനാപ്പിള്, പേരയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ലൈറ്റിനിങ് ഇഷ്ടപ്പെട്ടത് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിലൊന്ന് കാണാൻ. നമ്മളിങ്ങനെ അവിടെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കുറേ ഇതിലൊക്കെ കയറി കുറേ ഗെയിമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ സാധാ ഈ ഫെസ്റ്റൊക്കെ നടത്തുന്ന ടൈപ്പ് അങ്ങനെ അല്ലാതെ ഒട്ടുമിക്ക എനിക്കത് പത്തനാപുരത്ത് ഫെസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പും. അതേപോലെ തന്നെയൊക്കെ സെയിം തന്നെയായിരുന്നു. നമുക്കതും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പ്രോഗ്രാംസ്, പാട്ട്, ഡാൻസ്, അങ്ങനെ ഓരോരുത്തരും വന്ന് വൈബ് പിടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വീഡിയോ എടുത്തത് എൻ്റെ അനിയനായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്കി കാണിക്കുക എന്നാണ് ഞാൻ അവനോട് പറയുന്നത്. ഞാൻ ആ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രം അത്യാവശ്യം നമ്മൾ ആ ഒരു 3-4 ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇതിനകത്ത് വൈകാതെ തന്നെ ഓരോ ദിവസമായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അനിയനും പിന്നെ മറ്റേ കുട്ടിയുടെ മോനും കൂടി ആ നടക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ആ ഒരു ഇതിൽ കവർ ചെയ്യാൻ. എൻ്റെ മാമി ഉണ്ടായിരുന്നു, മാമിയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് വീഡിയോ, കാരണം ഇവർക്ക് എന്ന് വെച്ചാൽ ഫോട്ടോ ഫീസ്, വീഡിയോ ഫീസൊക്കെ ഭയങ്കര ഒരു ചമ്മലാണെങ്കിൽ പോലും ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഉള്ളായിരുന്നു പ്രശ്നം, പിന്നെ അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ വ്യൂവേഴ്സിനായിക്കോട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിക്കോട്ടെ, ട്രാവൽ വ്ളോഗ്സ് കാണാനാണ് കൂടുതൽ ഇഷ്ടം. ട്രാവൽ വ്ളോഗ്സ് അതേപോലെ കാരണം അതാകുമ്പോൾ കൂടുതലും വ്യൂവേഴ്സിനെ എന്താ പറയുക ഒരു എൻ്റർടൈൻ ചെയ്യിക്കും. നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് കാണാനൊരു ക്യൂരിയോസിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്ത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഫോൺ കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്നവരെ കൊണ്ടൊക്കെ ഞാൻ വീഡിയോസ് എടുപ്പിച്ചു. ഇത് ഒരു ഫ്ലവർ ഷോയുടെ ഒരു സൈഡാണ്. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അമേരിക്ക, UK, കാനഡ പോലുള്ള സ്ഥലത്തെ വെറൈറ്റി ഫ്ലവേഴ്സ് എല്ലാം തന്നെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഫ്ലവേഴ്സ് കൊണ്ടുവന്ന പലതരം ഈ പറഞ്ഞതുപോലെ ഡക്ക്, അങ്ങനെയൊക്കെ കുറേയൊക്കെ വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു മാൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ലൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് പിന്നെ കാണാൻ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഫോൺ ഇങ്ങനെ പൊക്കി ആ ഒരു ട്രൈപോഡൊന്നും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റല്ല, കാരണം അത്രയ്ക്ക് ക്രൗഡായിരുന്നു. പക്ഷേ നമ്മൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിത് എന്തായാലും മിസ് ചെയ്തേനെ. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എവിടെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ ഫാമിലിക്കൊപ്പം തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണ്ടാന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് കറൻറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല, ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അൺഫോർച്യുനേറ്റ്ലി അവൾ ഒന്നും തന്നെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ചോദിച്ചിട്ട് പോലും കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഫുള്ള് അവൾ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പാലസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഫ്ലവർ ഷോ ഒക്കെ ആയിരുന്നു. ഇത് എത്രയോ ഡസൻ പൂക്കൾ വെച്ചിട്ട് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തീമായിരുന്നു, കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പാലസിൻ്റെ സൈഡിലായിട്ടും ഫ്രണ്ടിലായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനായിട്ട് തന്നെ ഒരു സ്റ്റാൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് VIP പാസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെയല്ല വേറൊരു ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്കൊരു VIP പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ കമ്മലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയൻ എന്തോ ഒരു കൊറോണ വൈറസിൻ്റെ എന്തോ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളായിരുന്നു ബേസിക്കായിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്നത് ഈ ഒരു കൊച്ച് എൻ്റെ പാർട്ട് 1 വീഡിയോ, ഇതൊരു ലോങ് വീഡിയോ ആണ്, ഞാൻ കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.